റോബിൻജി, ദുബായിൽ ഈ കഴിഞ്ഞിടക്ക് ഒരു ആയുധമേള നടന്നു. ഈ യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അതെ, അത് നടന്നു. അപ്പോൾ ഒരു ആരോപണം കൂടി അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയ ദുബായിക്ക് കൊടുക്കുന്ന ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ സുഡാൻ, അവിടെ ആ മേളയിൽ ഈ ആയുധങ്ങളും ഉണ്ടായിരുന്നു. അതെ, പ്രദർശിപ്പിച്ചു. ഈ ആയുധങ്ങൾ തന്നെ സുഡാനിലെ ഇപ്പോൾ നടക്കുന്ന ഈ ആഭ്യന്തര കലാപമുണ്ടല്ലോ, ഈ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയ UAE കൊടുക്കുന്ന ആയുധങ്ങൾ അവിടെ നിന്ന് സുഡാനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ആരോപണം. ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ? ഇത് ഈ ആരോപണം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകരും അവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ ഇതിനെക്കുറിച്ച് ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ UAE ഇത് നിഷേധിച്ചിട്ടുണ്ട്. അവരിതെല്ലാ കാലത്തും നിഷേധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. താങ്കൾ അങ്ങനെ മനുഷ്യത്വരഹിതമായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഒരു ഇസ്ലാമിക രാജ്യം എന്ന നിലയ്ക്ക് UAE അവിടുത്തെ ആ രാജ്യത്തിനെ അത്തരം പ്രവർത്തനങ്ങളെ അവർ മതേതര സ്വഭാവമുള്ള ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ അവരങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, ഞങ്ങളങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് അവർ അസന്നിഗ്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും UAE-യിലേക്കുള്ള ആയുധ കയറ്റുമതി കഴിഞ്ഞ 5 വർഷത്തിനിടെ ഓസ്ട്രേലിയൻ കമ്പനികൾ UAE-യിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഏകദേശം $300 ദശലക്ഷം എന്ന് വെച്ചാൽ ഏകദേശം $300 ദശലക്ഷം ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളുമാണ് കയറ്റുമതി ചെയ്തത് ഓസ്ട്രേലിയ. അത് UAE പോലുള്ള ഒരു രാജ്യത്തിലേക്ക് അത് എന്തിനു കയറ്റുമതി ചെയ്യുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഇത്ര വലിയ ആയുധ ശേഖരം എന്ന് സ്വാഭാവികമായിട്ടും ആലോചിക്കാം, വരാം. അപ്പം ഓസ്ട്രേലിയൻ പ്രതിരോധ വകുപ്പ് തന്നെയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്, UAE അല്ല. അപ്പം ഈ മേളയിലെ പങ്കാളിത്തം, ഈ ആയുധമേളയിലെ പങ്കാളിത്തം നോക്കുകയാണെങ്കിൽ ദുബായിൽ നടന്ന അന്താരാഷ്ട്ര ആയുധ പ്രദർശനത്തിൽ ഈ ഓസ്ട്രേലിയൻ കമ്പനികൾ പതിവായി പങ്കെടുക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ അത് വാങ്ങാനും ആ രാജ്യത്തിൻ്റെ ഇന്റർനാഷണൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ ഓസ്ട്രേലിയയുടെ ഈ യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള അതിൻ്റെ PR ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതൊക്കെയാണല്ലോ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ, ഈ ആയുധങ്ങൾ UAE വഴി സുഡാനിലെ അതിക്രമണങ്ങൾക്ക് കാരണക്കാരായ അർദ്ധ സൈനിക വിഭാഗങ്ങളുണ്ട്, പാരാമിലിറ്ററി ഗ്രൂപ്പുകളുണ്ട്, അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിലെ അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ സുഡാനും UAE-യും അവർ തമ്മിൽ നിഷേധിക്കുന്ന ഈ ബന്ധം നിഷേധിക്കുന്നുണ്ട്. സുഡാനിലെ സൈന്യം SIF-ഉം അതുപോലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF-ഉം അവർ തമ്മിലാണ് ഇപ്പോൾ, ഈ ഇരു വിഭാഗങ്ങളും തമ്മിലാണ് ഇപ്പോൾ ഈ യുദ്ധം കാര്യമായി നടക്കുന്നത്. ഇതെല്ലാം ഇവർ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇവർ അധികാര തർക്കം മാത്രമല്ല, സാമ്പത്തിക തർക്കങ്ങൾ, കാരണം ഒരുപാട് സ്വർണ്ണപ്പാടങ്ങൾ, മൈനുകൾ ഈ RSF-ന്റെ കയ്യിലുണ്ട്. അത് വിട്ടുകൊടുക്കാതിരിക്കാനും അത് നിലനിർത്താനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ തമ്മിൽ ഈ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമായത്. ഈ രൂക്ഷമായിട്ടാണ് അവിടെ ഈ വലിയ അതിക്രമങ്ങൾ ഉണ്ടായത്. ലക്ഷക്കണക്കിന് ആൾക്കാർ, 1,20,00,000-ഓളം ആളുകളാണ് പലായനം ചെയ്തത്. അപ്പോൾ ആളുകളൊക്കെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളുകളൊക്കെ ഈ പ്രദേശങ്ങളിൽ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ, സൗദിയുടെ നേതൃത്വത്തിലുള്ള ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ഈ RSF-ന്റെ പ്രവർത്തകർ വരികയും അർദ്ധസൈനിക വിഭാഗം വരികയും അവരെ നിഷ്കരുണം വെടിവെച്ച് കൊല്ലുകയും, ഒരിക്കലല്ല ഒരു പ്രാവശ്യം കൂടി വെടിവെച്ച് വന്നു, പിന്നെ പോയി തിരിച്ചു വന്ന് വീണ്ടും വെടിവെച്ച് വന്നു, അങ്ങനെ 3 തവണ വന്നിട്ട് അവരെ വെടിവെച്ച് കൊല്ലപ്പെട്ടു. അവിടുന്ന് നിരവധി ആളുകൾ അവിടുന്ന് എസ്കേപ്പ് ചെയ്തു. മാത്രമല്ല കൊല്ലപ്പെട്ട ആളുകളുടെ ശവങ്ങൾ, ഈ ഡെഡ് ബോഡി അവിടെ തന്നെ വലിയ കുഴികൾ എടുത്തിട്ട് അവിടെ തന്നെ മൂടിയ സിറ്റുവേഷൻ ഉണ്ടായി. മാത്രവുമല്ല വളരെ അതിദാരുണമായ മറ്റൊരു വികാരനിർഭരമായിട്ടുള്ള ആരുടെയും കരളലിയിക്കുന്ന ഒരു ദൃശ്യം അവിടുന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ UN ഒക്കെ റിപ്പോർട്ട് ചെയ്തത്, ആളുകളെ അവരെ കൊണ്ട് തന്നെ കുഴിയെടുപ്പിച്ച് ആ കുഴിയിൽ സ്വയം കുഴിച്ചു മൂടുന്ന അവസ്ഥ, ജീവനോടെ കുഴിച്ചു മൂടുന്ന മനുഷ്യർ. അപ്പോൾ അങ്ങനെ ഒന്നാമത് എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത മനുഷ്യരാണ്, ഏറ്റവും പട്ടിണിയുള്ള രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ ഇവരുടെ ഒരു വാർ സ്വഭാവം എന്ന് പറയുന്നത് ഗോത്രവർഗ്ഗക്കാരായതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്ന ആളുകളാണ്. സ്പെയിൻ്റെ കോളനിയായിരുന്നു, അതിനുശേഷം ഈജിപ്തായിരുന്നു അതിൻ്റെ മേൽനോട്ടക്കാരൻ. ഈ കാര്യസ്ഥപ്പണി കഴിഞ്ഞ് ഈജിപ്തുമായിട്ടപ്പോൾ എതിർപ്പുണ്ടായിരുന്നു. എപ്പോഴും കാര്യസ്ഥനോട് എപ്പോഴും എതിർപ്പുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 വർഷം കഴിഞ്ഞ ശേഷമാണ് സുഡാന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം പരസ്പരം കുറച്ച് നാൾ അവർ ഏറ്റുമുട്ടലൊക്കെ ഇല്ലാതിരുന്നെങ്കിലും ഈ യുദ്ധപാരമ്പര്യം അവർ ഇരു ഗോത്രങ്ങൾ തമ്മിലായി, ഈ ഗോത്രവർഗ്ഗക്കാർ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ പിന്നീട് അത് മതങ്ങൾ തമ്മിലായി, ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലായി, ആ വിഭാഗങ്ങൾ തമ്മിലായി. അത് പരസ്പരം മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവിടുത്തെ യഥാർത്ഥ സൈന്യവും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലാണ് ഇപ്പോൾ ഈ
ഈ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ നിരപരാധികളായിട്ടുള്ള സാധാരണ മനുഷ്യരാണ് ബലിയാടുകളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്കാണ് സുഡാനിലെ ഈ അർദ്ധ സൈനിക വിഭാഗത്തിന് ആയുധങ്ങൾ കയറ്റി അയക്കുന്നു എന്ന ഈ ആരോപണം, അവരെ ഇതിന് സഹായിക്കുന്നു എന്ന ആരോപണമാണ് യുഎഇക്ക് നേരെ വന്നിരിക്കുന്നത് ഈ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന്. അത് അവർ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കും ഇല്ലാന്നും സമാധാന ശ്രമങ്ങളെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നതെന്നും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ആശങ്കയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ RSF ഗ്രൂപ്പിന് UAE സഹായം നൽകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ആയുധങ്ങൾ, ഓസ്ട്രേലിയയുടെ ആയുധങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയും അവർ ആരായുന്നുണ്ട്. ഈ വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയൻ സർക്കാരിന് മേലിൽ ഇതിന്റെ പേരിൽ സമ്മർദ്ദം വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ UAE കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കാണാതെ കൊടുക്കില്ലല്ലോ. അതിലേക്ക് നമുക്ക് വരാം. അതിലെന്താണ് ഈ സുഡാൻ സംഘർഷത്തിന്റെ മുകളിൽ UAEക്കുള്ള താല്പര്യം? അവർ താല്പര്യമുണ്ടല്ലോ. എന്താണ് ആ താല്പര്യം എന്ന് സഹായിക്കാനുണ്ടാകാൻ സാധ്യതയുള്ള താല്പര്യങ്ങൾ പരിശോധിച്ചാൽ ഇവര് സാമ്പത്തികവും പ്രകൃതി വിഭവപരമായ താല്പര്യങ്ങളുണ്ട് UAEക്ക് അവിടെ. അതിന് കാരണമെന്ന് പറയുന്നത് സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളുള്ള ഒരു രാജ്യമാണ്. മൈനുകളുണ്ട്, പ്രത്യേകിച്ച് സ്വർണത്തിൻ്റെ വലിയ ശേഖരം സുഡാനിലുണ്ട്. അപ്പം ഈ സ്വർണ്ണക്കടത്തിൻ്റെ മുകളിലുള്ള ഒരു നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതാവാം ഒരു പക്ഷേ RSFനെ, റാപ്പിഡ് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്. അതിൻ്റെ നേതാവായ ഹൈമേദി എന്ന ആളാണ് അതിൻ്റെ കമാൻഡർ. അപ്പോൾ അയാൾ സുഡാനിലെ സ്വർണ്ണ ഖനികളുടെയും അതിൻ്റെ കയറ്റുമതി ശൃംഖലയുടെയും വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് ഈ RSF ആണ്. അപ്പം ഈ UAEക്ക് ആഗോള സ്വർണ്ണ വ്യാപാരത്തിൻ്റെ പ്രധാന പങ്കുള്ള ദുബായ് അതിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ RSFൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് സ്വർണം ലഭിക്കുന്നത് UAEയുടെ താല്പര്യമാകാം. വളരെ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം ലഭിക്കും. അപ്പം ഹൈമേദിയുടെ നേതൃത്വത്തിലുള്ള സ്വർണ്ണ ശൃംഖല UAEയുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് കൊണ്ട് തന്നെയാണ് അത്തരമൊരു സംശയം ഉയർന്നു നിൽക്കുന്നത്. പിന്നെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കൽ, ആ മേഖലയിൽ പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ദീർഘകാലമായി UAE ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുഡാന്റെ തന്ത്രപരമായിട്ടുള്ള ഈ ഒരു സ്ഥലം ചെങ്കടലിന്റെ തീരമാണ്. അപ്പം റെഡ് സീയുടെ ആ തീരം എന്ന് പറയുന്നത് UAEക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വ്യാപാര പാതകളുടെ നിയന്ത്രണത്തിൽ ഒരു പങ്കാളിയാവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ RSS അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയും. ഈ RSFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ UAEക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം സുഡാനിൽ നിലവിൽ വരുമെന്ന് തീർച്ചയായിട്ടും അവർ കണക്കുകൂട്ടുന്നുണ്ടാവാം. അപ്പോൾ അത് തങ്ങളുടെ ആ മേഖലയിലെ പ്രധാനപ്പെട്ട UAEയുടെ എതിരാളികളായ ഇറാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് UAE കണക്കൂട്ടുന്നത്. അങ്ങനെ ഉണ്ടാവണം എന്നാണ് ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളല്ല. മാത്രമല്ല, യമനിലെ ആഭ്യന്തര യുദ്ധത്തിന് മുമ്പ് ഈ UAEയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയ്ക്ക് വേണ്ടി ഈ പറയുന്ന RSFന്റെ നേതാക്കൾ, ഈ ഹൈമേദി എന്ന് പറഞ്ഞ കമാൻഡറുടെ നേതൃത്വത്തിൽ അവർ പങ്കെടുത്തിരുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവരുടെ പാർട്ട്ണർഷിപ്പ്. ഈ സൈനിക പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ ബന്ധം വളരെ ശക്തമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇങ്ങനെ ഒരു സംശയം ഉറപ്പിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ സുഡാൻ സൈന്യത്തോടുള്ള എതിർപ്പിൽ ഈ ഇസ്ലാമിസ്റ്റ് താല്പര്യങ്ങളൊന്നും UAEക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് അവർ പറയുന്നുണ്ട്. കാരണം തങ്ങൾ മതേതര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്, അത്തരം താല്പര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, റുവാണ്ട പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ ഇത് യാത്ര പോകുന്ന റൂട്ടിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ റുവാണ്ടയിലേക്കൊക്കെ വിമാനങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വിമാനങ്ങളിലൊക്കെ മാനുഷിക സഹായം എന്ന പേരിൽ RSFലേക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ കടത്തുന്നതായി എത്തിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഏജൻസികളൊക്കെ. അപ്പോൾ ആ നിലയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ലോകമെമ്പാടുമുള്ള ഈ കാര്യത്തെ നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ദുബായിൽ നടന്ന ഈ ആയുധമേള, ഓസ്ട്രേലിയയിൽ നിന്നും വരുന്ന ഈ ആയുധങ്ങൾ UAE മുഖേന RSF പോലുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് സായുധ പോരാട്ടത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കുകയും അതിൽ കൃത്യമായ രാഷ്ട്രീയവും അതിൽ കൃത്യമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളും UAEക്ക് താല്പര്യങ്ങളും ഉണ്ട് എന്ന് അത് മുമ്പും ഈ അന്തരീക്ഷത്തിൽ ഈ ആരോപണം കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതോടുകൂടി അവരത് ഉറപ്പിച്ച് അസന്നിഗ്ധമായി പറയുമ്പോൾ UAE നിഷേധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് പക്ഷേ ഇത് സത്യാവസ്ഥ ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ. ഒരു രാജ്യത്തിൻ്റെ ഞങ്ങളത് ചെയ്യുന്നില്ല എന്ന് അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകപ്പോൾ അമേരിക്ക എന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും അധാർമികതകളും എല്ലാം എത്ര ആവശ്യപ്പെട്ടാൽ ഞങ്ങളൊന്നും അറിയുന്നില്ല, ഞങ്ങളതൊന്നും ചെയ്യുന്നില്ല എന്ന് നിഷേധിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ ദേശീയ നേതാക്കൾക്കും അതുപോലെ തന്നെ രാഷ്ട്ര തലവന്മാർക്കും രാജ്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പണിയാണ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, നിഷേധിക്കുക എന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പരിപാടിയും.
അപ്പോൾ എന്തായാലും ചെയ്യുന്നത് അധാർമികമാണ്. ഇതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്ത് അവിടുത്തെ ചിത്രം കാണുമ്പോൾ നമ്മൾ വളരെ കരളലിയിക്കുന്ന പല ചിത്രങ്ങളും കാണുമ്പോൾ ഇവർക്കൊക്കെ ആയുധമേന്തി നിന്ന് മനുഷ്യരെ വേട്ടയാടാൻ വേണ്ടി കൊടുക്കുന്നത് ആരായാലും ഏത് രാജ്യമായാലും ഒരു സത്യമുണ്ടെങ്കിൽ അധാർമികം തന്നെയാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.